ഷിഫ അൽ ജസീറയുടെ ഡയറക്ടർ ഹബീബ് ചീപ്പാസിന്റെ ഹാഷിം ഹാജി ബു അലിന്റെ അബ്ദുറഹ്മാൻ, സമസ്തയുടെ ജനറൽ സെക്രട്ടറി കുഞ്ഞമ്മദ് ഹാജി, അബ്ദുൽ വാഹിദ്, ഇതിനെല്ലാം ഉപരിയായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും PTA ഉണ്ട്, SKSSF ഉണ്ട്, അവരുടെയൊക്കെ പ്രവർത്തനമാണ് സമസ്ത. അതെനിക്ക് പറഞ്ഞേ പറ്റൂ. സമസ്തയ്ക്ക് വേണ്ടി ഒരു കൂട്ടം ആളുകൾ ജിഹാദിലുണ്ട് എന്ന് പറഞ്ഞാൽ ജിഹാദിലുണ്ട്. സമസ്ത ജിഹാദിലാണുള്ളത്. സമസ്തയുടെ ജിഹാദ് എന്താണെന്ന് സൂറത്ത് തൗബയിലെ 122-ാമത്തെ ആയത്തിൽ ഞാൻ ഓതിക്കേൽപ്പിക്കുന്നു. وما كان المؤمنون لينفروا كافة. സൂറത്ത് തൗബയിൽ തബൂക്ക് യുദ്ധസമയത്ത് അല്ലാഹു പറയുകയാണ്, ജിഹാദിന് പോയ ജനങ്ങളെ നോക്കിക്കൊണ്ട്, وما كان المؤمنون لينفروا كافة. മുഅ്മിനീങ്ങൾ മുഴുവനും ജിഹാദ് ചെയ്യാൻ, ഷഹീദാവാൻ പോകരുത്. അതിനേക്കാളും വലിയ ജോലി നിങ്ങൾക്കുണ്ട്. ഫലൗലാ നഫറ മിൻ കുല്ലി ഫിർഖത്തിൻ മിൻഹും, ഓരോ കൂട്ടത്തിൽ നിന്നും തായിഫത്തുൻ ലിയതഫഖഹു ഫിദ്ദീൻ. ജിഹാദിന് പോയവരോട്, ജിഹാദിന് നിങ്ങൾ പോണ്ട, കുറച്ചു പേര് ഇവിടെ ഉണ്ടാവട്ടെ. അല്ലാഹു പറയുകയാണ്, നിങ്ങൾക്കറിയാമല്ലോ ഇസ്ലാമിൽ ഷഹാദത്തിനേക്കാളും വലിയ ദറജയുണ്ടോ? അതിന് പോയവരെ നോക്കിക്കൊണ്ട് അല്ലാഹു പറയുന്നു, വമാ കാനൽ മുഅ്മിനൂന ലിയൻഫിറൂ കാഫ. മൊത്തത്തിൽ അങ്ങനെ പോയി കളയല്ല. അതിനേക്കാളും ഉത്തമമായ പണി ചെയ്യുവാൻ കുറച്ചാളുകളെ ആവശ്യമുണ്ട്. അവരെവിടെ ഇരിക്കട്ടെ. എന്തിനു വേണ്ടി? ലിയുൻദിറൂ ഖൗമഹും ഇദാ റജഊ. ശുഹദാക്കളാവാൻ പോയ, ജിഹാദ് ചെയ്യാൻ പോയവർ മടങ്ങുമ്പോൾ അവരെ പഠിപ്പിക്കുവാൻ, ലഅല്ലഹും യഹ്ദറൂൻ, ലഅല്ലഹും യഹ്ദറൂൻ. ജിഹാദിന് പോയ ശുഹദാക്കളെ പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. അതാണ് ഇൽമ്. ഇൽമിന് വേണ്ടി കാത്തിരിക്കുന്ന ആലിമീങ്ങൾ. അൽ ഉലമാഉ വറസത്തുൽ അംബിയാ. ശുഹദാക്കളുടെ മുകളിലാണ് അവര്. അതാണ് സമസ്ത. സമസ്തയുടെ ആലിം പ്രവാസികളുടെ നഷ്ടങ്ങളെ കുറിച്ച് പല സംഘടനകളും പറയുമ്പോൾ, സമസ്ത പ്രവാസികളുടെ ആഖിറം നഷ്ടപ്പെട്ടു പോകുന്ന വിഷയങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഈ ദുആയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ലാ തജ്അലിദ് ദുനിയാ അക്ബറ ഹമ്മിനാ. കച്ചവടം, തൊഴില്, ബിസിനസ്, ഇതിനെയൊക്കെ ശ്രദ്ധിക്കാൻ ഇസ്ലാം നമുക്ക് അനുവാദം തരുന്നു. എന്നാൽ ലാ തജഅലിദ് ദുനിയാ അക്ബറ ഹമ്മിനാ. ളുടെ പല നഷ്ടങ്ങളെ കുറിച്ചും പല സംഘടനകളും സംസാരിക്കുമ്പോൾ, സമസ്ത കേരള സുന്നി ജമാഅത്ത് ദുനിയാവും ആഖിറവും നഷ്ടപ്പെടാത്ത വിഷയങ്ങളെ കുറിച്ച് പറയുന്നു. നമ്മൾ പ്രവാസികൾ എന്ന് പറയുന്ന നമ്മൾ ഇവിടെ മക്കൾക്ക് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി നിങ്ങൾ അധ്വാനിക്കുമ്പോൾ
ഞാൻ എപ്പോഴും പറയുന്ന വാക്ക്, പണക്കാര്, കാശുള്ളവര് നൂറ്റുകണക്കിൽ ദീനാർ എടുത്തിട്ടുകൊണ്ട് അജ്ർ സമ്പാദിക്കുമ്പോ ശോർമ വെട്ടുന്നവൻ, ടേബിൾ തുടയ്ക്കുന്നവൻ അവന്റെ വിയർപ്പ് കൊണ്ട് അതിനെ സമ്പാദിക്കുന്നു. പള്ളി വെച്ച് സ്വർഗത്തിൽ കിടക്കുമ്പോൾ ഖുൽ ഹുവല്ലാഹു അഹദ് 10 ഓതിയവനും സ്വർഗത്തിൽ കിടക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ എനിക്ക് പറയാനുള്ളത്, പ്രവാസികളായ നമ്മൾ ലാ തജ്അലി ദുനിയ അക്ബറ ഹമ്മിന. ഒന്ന് ആലോചിച്ചു നോക്കൂ, 365 ദിവസത്തിൽ ഒരു ദിവസം മാത്രം കമ്പൽസറിലി നമ്മൾ ഒരുപാട് ദീനിന്റെ പ്രോഗ്രാമുകളിൽ പങ്കെടുക്കാൻ സാധിച്ചുവെങ്കിൽ ജീവിതത്തെ കുറിച്ചൊന്ന് ഇവാലുവേറ്റ് ചെയ്തു നോക്കൂ. അതാണ് അല്ലാഹ് പറഞ്ഞത്, ലാ തഗുറന്നകും ദുനിയ, ദുനിയാവിൽ നിങ്ങൾ വഞ്ചിക്കപ്പെട്ടു പോകരുത്. പ്രവാസികൾ അല്ലാഹു തആല ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഗൾഫിലെ ഓരോ അധ്വാനവും പറയേണ്ടി വരും. അതായത് നിങ്ങൾ അധ്വാനിക്കുന്ന നിങ്ങളുടെ ഭാര്യയ്ക്ക് നിങ്ങൾ കൊടുക്കുന്ന ലുഖ്മ നിങ്ങൾക്ക് ഹസനാത്താണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതിയെങ്കിൽ, പകലന്തിയോളം നിങ്ങൾ അധ്വാനിക്കുന്ന വിയർപ്പുകൾ അല്ലാഹുവിന്റെ മലക്കുകൾ ഹസനാത്തായിട്ട് എഴുതുന്നു. പക്ഷേ അവിടെ ഒരു മെഷറിംഗ് പോയിന്റ് ഉണ്ട്. ഫർളുകൾ നമ്മളുടെ ദീന് നഷ്ടപ്പെടാത്ത രീതിയിൽ നമ്മൾ നോക്കുക. അതിനുള്ള പരിപാടികളാണ് സമസ്ത കേരള സുന്നി ജമാഅത്ത് എനിക്ക് മുമ്പ് സംസാരിച്ച അബ്ദുൽ വാഹിദ് പറയുകയുണ്ടായി. അതിന്റെ ബ്രാഞ്ചുകൾ, അതിന്റെ ശാഖകൾ 15ഓളം 14+1 സ്ഥലങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. എന്തിനു വേണ്ടി? ജനങ്ങളുടെ ആഖിറം നന്നാക്കുവാനുള്ള ആ ജിഹാദിലാണ് സമസ്തയുള്ളത്. അല്ലാഹു തആല സമസ്തയ്ക്ക് ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. സമസ്തയെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന സമസ്തയ്ക്ക് ഒരു കുറവുമില്ല. ഞങ്ങൾ ചോദിക്കാത്ത കുറവേ ഉള്ളൂ. എന്ത് വേണം, എന്ത് വേണം, എന്ത് വേണമെന്ന് അല്ലാഹു തആല നിങ്ങൾക്ക് വാരി വാരി തരുമാറാകട്ടെ. എന്റെ കടപ്പാട് രേഖപ്പെടുത്തുകയാണ്. കാരണം മൻ ലാ യശ്കുറുൻ നാസ് ലാ യശ്കുറുല്ലാഹ്. വിയർപ്പ് കൊണ്ട് സഹായിക്കുന്നവരുണ്ട്, വാക്കുകൊണ്ട് സഹായിക്കുന്നവരുണ്ട്, മൈക്ക് പിടിച്ച് സഹായിക്കുന്നവരുണ്ട്, നോട്ടീസ് ഒട്ടിച്ച് സഹായിക്കുന്നവരുണ്ട്, കാശുകൾ വാരി വാരി സഹായിക്കുന്നവരുണ്ട്, ആഹാരം വാരി വാരി സഹായിക്കുന്നവരുണ്ട്, വിസ തന്നുകൊണ്ട് സ്പോൺസർ ചെയ്യുന്നവരുണ്ട്. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അല്ലാഹ് ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ആര് സമസ്തയെ സ്നേഹിക്കുന്നുവോ, ആര് സമസ്തയെ സഹായിക്കുന്നുവോ, അല്ലാഹുവേ അവരുടെ ചെറിയ സഹായങ്ങളെ നീ വലുതായിട്ട് സ്വീകരിക്കുക റഹ്മാനെ. അവർക്ക് റഹ്മത്ത് ചെയ്യല്ല, അവർക്ക് ബർക്കത്ത് ചെയ്യല്ല, അവർക്ക് ആഫിയത്തിനെ നൽകല്ല. ഈ മജ്ലിസിനെ നീ ദുആക്ക് ഉത്തരം കിട്ടിയ മജ്ലിസിൽ ഒന്നാക്കി റഹ്മാനെ. ഒരുപാട് വേദനകളും സങ്കടങ്ങളും രോഗങ്ങളും മുഷിപ്പുകളും ആഗ്രഹങ്ങളും മനസ്സിൽ ഒതുക്കിക്കൊണ്ട് ഹാജരായവരുണ്ട് റഹ്മാനെ. സമസ്തയോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരെ നിന്നെ ഏൽപ്പിക്കുന്നുവല്ല. നിന്നെ ഏൽപ്പിച്ച വസ്തുവിനെ നീ കാത്തു സൂക്ഷിച്ചു കൊള്ളും റഹ്മാനെ. അല്ലാഹുവേ സമസ്തയ്ക്ക് റഹ്മത്ത് ചെയ്യല്ല, ഈ മജ്ലിസിന് റഹ്മത്ത് ചെയ്യല്ല, ബർക്കത്ത് ചെയ്യല്ല, ആഫിയത്തിനെ നൽകല്ല. ഇവിടെ പറയുന്ന ദുആക്ക് ഉത്തരം ചെയ്യല്ല, ഇവിടുത്തെ വാഇലുകൾക്ക് ബർക്കത്ത് ചെയ്യല്ല. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി യുവജന ഫെഡറേഷൻ കേരള സംസ്ഥാന സഹകാര്യദർശി ഉസ്താദ് മുസ്തഫ അഷ്റഫി കക്കുപുടി ആമുഖ ഭാഷണം നടത്തുന്നു. ആദരപൂർവം അധ്യക്ഷന് വേണ്ടി ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സമാദന്യനായ യോഗ
സഹോദരങ്ങളെ, കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ ലോകത്തിൻ്റെ അഷ്ടദിക്കുകളിൽ നിന്ന് ഈ സംരംഭം കണ്ടുകൊണ്ടിരിക്കുന്ന കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഓൺലൈൻ ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സദ്യുമ്മത്തെ സ്വീകരിക്കുമാറാവട്ടെ. നല്ലത് പറയാനും ജീവിതത്തിൽ പകർത്താനും അല്ലാഹു സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. നന്മ എല്ലാവർക്കും സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ബിഹഖി നബിയിനൽ മുസ്തഫ വലിയ സന്തോഷം. ബഹുമാനപ്പെട്ട ഉസ്താദ് തിരക്കുകൾക്കിടയിൽ നമ്മുടെ പ്രോഗ്രാമിനോട് എത്തിച്ചേർന്നു എന്നുള്ളതാണ്. 12 ഡേറ്റുകൾ തെറ്റിയെങ്കിലും അൽഹംദുലില്ലാഹ് അത് നമുക്ക് അനുഗ്രഹമാവുകയാണ് ചെയ്തത്. മുഹറം 9, 10 എന്ന് പറയുന്ന ഈ പവിത്രമായ 2 ദിവസങ്ങളിൽ, വളരെ പുണ്യമുള്ള 2 ദിവസങ്ങളിൽ നമുക്ക് അവസരം ലഭിച്ചു. മാത്രമല്ല അതോടൊപ്പം തന്നെ നിങ്ങൾക്കെല്ലാം ഒഴിവുള്ള ദിവസത്തിൽ വരാൻ കഴിഞ്ഞു എന്നുള്ളത്, ആ 2 ഡേറ്റുകൾ തെറ്റിയത് നമുക്ക് അനുഗ്രഹമാവുകയാണ് ചെയ്തത്. അദ്ദേഹം വലിയ ത്യാഗം സഹിച്ചുകൊണ്ടാണ് മണ്ണാർക്കാട് ഇസ്ലാമിക് സെൻ്ററിനോടും അതോടൊപ്പം തന്നെ ബഹ്റൈനിലെ നമ്മുടെ അഭിമന്യരായ ഉസ്താദുമാരോട് നേതാക്കന്മാരോടുള്ള താല്പര്യം മൂലം സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ്റെ സിൽവർ ജൂബിലി തൃശ്ശൂരിൽ വെച്ച് നടക്കുമ്പോൾ ബഹുമാനായ തങ്ങളോടും നമ്മുടെ പ്രിയങ്കരനായ ട്രഷറർ കുഞ്ഞഹമ്മദാജിയോടും ബഹ്റൈനിൽ ഞാനൊരു പ്രോഗ്രാമിന് വരാമെന്ന് പറഞ്ഞ അടിസ്ഥാനത്തിൽ അൽഹംദുലില്ലാഹ് വലിയ പ്രയാസം സഹിച്ചുകൊണ്ടാണെങ്കിലും അദ്ദേഹം ഇവിടെ എത്തിച്ചേരുകയും നമ്മളിൽ ഒരാളായിക്കൊണ്ട് ഈ ബഹ്റൈനിലെ എല്ലാവരുടെയും സ്നേഹങ്ങളും എല്ലാവരോടും വലിയ ബഹുമാനത്തോടുകൂടെ അദ്ദേഹം ഇവിടെ ഇടപെടുകയും അൽഹംദുലില്ലാഹ് 2 ദിവസങ്ങളിലായിക്കൊണ്ട് നമുക്ക് വേണ്ടുന്ന നല്ല ഉപദേശങ്ങൾ ഇന്നലെ നൽകി ഇന്ന് നൽകാനിരിക്കുകയും ചെയ്യാം. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതോടൊപ്പം ഇസ്ലാമിക് സെൻ്ററിൻ്റെ ഒരു എളിയ ഭാരവാഹി എന്ന നിലക്ക് അദ്ദേഹത്തിനുള്ള കടപ്പാടും ഞാൻ ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ആ സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി വലിയ ത്യാഗമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ 2 റമദാൻ പ്രഭാഷണങ്ങൾ, കേരളത്തിൽ എവിടെയും അദ്ദേഹം റമദാനിൽ പ്രഭാഷണം കേൾക്കാറില്ല. വിദേശത്ത് UAE പ്രോഗ്രാം കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം നേരെ വരാറുള്ളത് മണ്ണാർക്കാട് റമദാൻ പ്രഭാഷണത്തിനാണ്. ഈ 2 റമദാൻ പ്രഭാഷണങ്ങളിലാണ് അൽഹംദുലില്ലാഹ് മണ്ണാർക്കാട് ഇസ്ലാമിക് സെൻ്റർ എന്ന് പറയുന്ന ആ വലിയ മഹാസംരംഭത്തിൻ്റെ ഒട്ടുമിക്ക ഭാഗങ്ങളും അതിൻ്റെ പൂർത്തീകരണത്തിന് സാധിച്ചത് ഉസ്താദിൻ്റെ പ്രഭാഷണം. അതൊരു സ്വന്തം സ്ഥാപനത്തെ പോലെ അദ്ദേഹം പലപ്പോഴും എന്നോട് പറയാറുണ്ട്, എൻ്റെ വീട് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വീടിനേക്കാൾ തുല്യമായി അല്ലെങ്കിൽ അതിലേറെ സ്നേഹിക്കുന്ന ഒരു സ്ഥാപനമുണ്ടെങ്കിൽ, എൻ്റെ സ്ഥാപനമായിട്ട് ഞാനൊരു സ്ഥാപനം കൊണ്ടു നടക്കുന്നില്ലെങ്കിലും എൻ്റെ മനസ്സിൽ ഞാൻ നെഞ്ചിലേറ്റി നടക്കുന്ന സ്ഥാപനം അത് മണ്ണാർക്കാട് ഇസ്ലാമിക് സെൻ്ററാണ്. അതിനുള്ള വല്ലാത്തൊരു താല്പര്യമാണ് അദ്ദേഹം കാണിക്കാറുള്ളത്. അതിനുവേണ്ടി അദ്ദേഹം ചെയ്യുന്ന ത്യാഗങ്ങൾ ഒരിക്കലും അതിനോടുള്ള കൃതജ്ഞത പറഞ്ഞു തീർക്കാൻ കഴിയാവുന്നതിൽ അപ്പുറമാണ്. അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് കേവലം അദ്ദേഹത്തെ ഇരുത്തിക്കൊണ്ടുള്ള പറച്ചലല്ല, അദ്ദേഹം ചെയ്ത ആ സേവനത്തിന് നമുക്ക് ചെയ്യാൻ കഴിയുന്നൊരു കാര്യം അതാണ്. തിരിച്ചു കൊടുക്കുന്നതിനേക്കാൾ ഉപരി തിരിച്ച് നമുക്ക് നൽകാനുള്ള കാര്യം ദുആ മാത്രമാണ്. നമ്മുടെ എല്ലാ വേദികളിലും നാം ആത്മാർത്ഥമായി അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിന് വേണ്ടിയും ആരോഗ്യത്തിനു വേണ്ടിയുമൊക്കെ എപ്പോഴും പ്രാർത്ഥിക്കുക. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ദീർഘകാലം വിശുദ്ധമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് വേണ്ടി പ്രസംഗിക്കുവാനും പ്രവർത്തിക്കാനും അള്ളാഹു അദ്ദേഹത്തിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു ആത്മാർത്ഥമുള്ള പ്രവർത്തനങ്ങളാണ്. ഇന്ന് നമ്മുടെ പ്രവർത്തകന്മാർക്ക് വേണ്ടി അദ്ദേഹം ക്ലാസ് എടുക്കുകയുണ്ടായി. SKSFൻ്റെ ഇവിടെ കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തിനാ അവർക്ക് വേണ്ടി മാത്രം ക്ലാസ് എടുത്തത്? ഇവിടെ ഇന്ന് പ്രോഗ്രാം നടക്കുമ്പോൾ ഇന്നലെ നടക്കുമ്പോഴൊന്നും നമ്മുടെ SKSFൻ്റെ പ്രവർത്തകന്മാർക്ക് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല. അവരിതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ വിഖായ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ, സമുദായത്തെ സംരക്ഷിക്കലാണ്. ആ വിഖായ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അതാണല്ലോ, സംരക്ഷണമാണ്. ഈ സമുദായത്തിൻ്റെ പ്രോഗ്രാമുകൾ, ഈ സമുദായത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കുന്നവർ അൽഹംദുലില്ലാഹ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കഠിനാധ്വാനങ്ങൾ നാട്ടിൽ ചെന്നു കഴിഞ്ഞാലും നമ്മൾ കാണുന്നതാണ്. എല്ലാ പ്രോഗ്രാമുകളിലെയും വലിയ ത്യാഗം അനുഭവിക്കുന്നവർ SKSFൻ്റെ വിഖായ എന്ന് പറയുന്ന ടീമാണ്. സിൽവർ ജൂബിലി
നമ്മളെ സമർക്കന്തിൽ നടക്കുമ്പോഴൊക്കെ അതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്ത പ്രവർത്തകന്മാർ നമുക്കറിയാം. സമർക്കന്തിൽ സമ്മേളനം നടക്കുമ്പോൾ 10, 15, 20 കിലോമീറ്റർ അപ്പുറത്തൊക്കെ ഈ വിക്കായുടെ പ്രവർത്തകന്മാർ വാഹനങ്ങളെ തിരിച്ചുവിടുന്നതിന് വേണ്ടിയും ബ്ലോക്ക് ഇല്ലാതാക്കുന്നതിന് വേണ്ടി കഷ്ടപ്പെടുകയാണ്. അവർക്ക് നഗരി ഒരു പ്രാവശ്യം പോലും കാണാൻ കഴിയാതെ കഠിനാധ്വാനം ചെയ്തവരാണ് നമ്മുടെ പ്രിയപ്പെട്ട SKSFന്റെ വിക്കായുടെ പ്രവർത്തകന്മാർ. അതുകൊണ്ട് തന്നെ ഉസ്താദിന്റെ പ്രത്യേക താല്പര്യപൂർവ്വം അവർക്ക് വേണ്ടി മാത്രം ഇന്നൊരു ക്ലാസ് എടുത്തപ്പോൾ അതിൽ ഉസ്താദ് ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യമാണ്, ഇവിടെ രക്ഷപ്പെടാനുള്ളൊരു മാർഗം എന്ന് പറയുന്നത് അത് സമസ്ത കേരള ജംഇയ്യത്തുലമ എന്ന് പറയുന്ന ഈ മഹിതമായ പ്രസ്ഥാനത്തിന്റെ കൂടെ ഉറച്ചു നിൽക്കലാണെന്ന് ബഹുമാനപ്പെട്ട വാക്കബി ഉസ്താദ് അത് ആരെയും കേൾപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, ആരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല. അദ്ദേഹം പറഞ്ഞു, എൻ്റെ മനസ്സിന്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു ആശയമാണ് നിങ്ങളോട് ഞാൻ പങ്കുവെക്കുന്നതെന്ന്. അൽഹംദുലില്ലാ, ആ ഒരു മനസ്സോടുകൂടെ തന്നെ മുന്നോട്ട് പോകാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നു. ഉചിതമല്ലെന്ന് മനസ്സിലാക്കി ബാക്കി ആദർശ സംബന്ധമായ കാര്യങ്ങളൊക്കെ നാളെ നമുക്ക് ക്ലാസ്സിൽ സംബന്ധിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.